ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ടാങ്ക് ഫിറ്റ് ചെയ്യാനല്ല കേട്ടോ. അതെന്ന് വെച്ചാൽ കാരണം ജോലിക്കാർ ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്യുന്നവർ അവർക്ക് വേറെ അത്യാവശ്യം ഒരു ജോലിയുള്ള കാരണം ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പക്ഷെ അവിടെ പോയിട്ട് വേറെ പറമ്പിൽ കുറച്ച് ജോലികളുണ്ട്, അത് ചെയ്യണം. ഇത് ഫറോക്ക് സ്റ്റേഷനാണ് കേട്ടോ. ഞങ്ങളുടെ നാട് കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് സ്റ്റേഷനാണ്. നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വഴിയിൽ വെച്ചൊരു സാധനം നമുക്ക് കണ്ടിഷ്ടമായി. അപ്പം ഇതാ കാണിച്ചു തരാം കേട്ടോ. ഇത് ചെറിയ കല അല്ല കേട്ടോ, അതിൻ്റെ കൂടെ വേറെ സാധനം കൂടി ഉണ്ട്. മണ്ണിൻ്റെ പൊട്ടും കുറ്റിയാണ് കേട്ടോ. ഇതിൽ ഭക്ഷണം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. അത് ഇവിടെ വെച്ചിട്ടല്ല കേട്ടോ, കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവാണ്, അവിടേക്ക് വാങ്ങിയതാണ്. അപ്പം ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ വീഡിയോ കാണിക്കാം. ഇതാണ് അതിൻ്റെ ചില്ല് കേട്ടോ. ഉണ്ടോ, മണ്ണിൻ്റെ എന്ത് സാധനം വാങ്ങിയാലും നല്ല രസമല്ലേ കാണാൻ, ഉപയോഗിക്കാനും. അപ്പോൾ ചെറിയൊരു പണി ഉണ്ടായിരുന്നു. നമ്മൾ അലക്കുകല്ല് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ അലക്കുകല്ലിൻ്റെ ഹൈറ്റ് കുറച്ച് കുറവായിരുന്നു. അപ്പം അതൊന്ന് ശരിയാക്കാൻ കേട്ടോ. അതാണ് ചെറിയ വർക്ക്. പിന്നെ ഇപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കിയത്, എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പണികളൊക്കെ കഴിഞ്ഞു. പുറത്ത് ഇപ്പോൾ നല്ല വെയിലാണ്. ഇപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് പറമ്പിലേക്ക് ഇറങ്ങിയാൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മുടെ കുറേ പണി സാധനങ്ങൾ അവിടെ പരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സുനിയേട്ടന് വേറൊരു പ്രധാനപ്പെട്ട ജോലിയിലാണ് കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ കുറേ എലികൾ വരുന്നുണ്ട്. ഒരു ഭക്ഷണം അവിടെ വെക്കാൻ കഴിയുന്നില്ല, എല്ലാം കരണ്ട് തിന്നാണ്. അപ്പം ആ വരുന്ന വഴി ഇതാണ്, ഈ വഴിയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ രാത്രി കണ്ടുപിടിച്ചു. കാരണം അതിലൂടെ കയറി പോകുന്നത് കണ്ടു. അത് ആ വയറ് വഴി പോയിട്ട് അത് മുരിങ്ങമരത്തിൻ്റെ മേലെ കൂടെ കയറി പോവാണ്. അപ്പോൾ ആ വഴി അടയ്ക്കണം, അതിനുള്ള ഒരു സൂത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മോട്ടോറിൻ്റെ സ്വിച്ചാണത്, അതിന് വയറ് ഡിസ്കണക്ട് ചെയ്ത്, എന്നിട്ട് അതതിൻ്റെ പൈപ്പൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാനിവിടെ എൻ്റെ ക്ലീനിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ബാഗ് കുരുമുളക് പറിക്കുന്ന ബാഗാട്ടോ. സ്നേഹൻ്റെ അച്ഛൻ കുരുമുളക് പറിക്കുന്ന ബാഗാണത്. അത് കഴുത്തിലിട്ടിട്ട് മരത്തിൻ്റെ മേലെ നിന്നിട്ട് കുരുമുളക് പറിക്കുക. അപ്പം ഓരോ മെഷീനൊക്കെയാണത്, അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ്. എല്ലാം പെട്ടെന്ന് നമുക്ക് തിരഞ്ഞാൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതെല്ലാം അങ്ങനെ എടുത്ത് കൃത്യമായിട്ട് ഓരോ സ്ഥലത്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ്, ഓരോ ജോലിൻ്റെ ഇടയിലും തെരച്ചിൽ എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ അത് കൃത്യമായിട്ട് ഓരോ സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യുക വെച്ചാൽ, ഈ ഷീറ്റിന് ഇങ്ങനെയൊരു ചെറിയ നടുക്കൊരു എന്താ പറയുക, ഒരു മുത്തു പോലുള്ള സാധനം വെക്കുകയാണ്. അതിലൂടെ വയറ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിലൂടെ നമ്മൾ ഊരിയ വയറ് അതിലൂടെ കോർത്തിട്ട് തിരിച്ച് അതങ്ങ് തൂക്കിയിടുക. അപ്പോൾ മാല പോലെ തൂക്കിയിട്ടിട്ട് ഇനി നമ്മൾ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഒരു എന്താ പറയുക, അതൊരു ഷീറ്റാണ്. അതിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, സ്നേഹം പറഞ്ഞെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ എന്തായി, അതൊരു മിനുസുള്ള സർഫേസ് ആയതുകൊണ്ട് എലിക്ക് അതിൻ്റെ മേലെ കൂടെ ഓടി കയറി ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അതിൻ്റെ വഴി അടച്ചു നമ്മൾ. അപ്പോൾ ഇത് വളരെ സക്സസ് ആയൊരു കാര്യമാണ് കേട്ടോ. പറയാൻ കാരണം അത് വെച്ചതിന് ശേഷം അടുക്കളയിൽ പിന്നെ എലി വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ജോലി കൂടി ഉണ്ടായിരുന്നു. നമ്മൾ അടുക്കളയിൽ സാധനം ഇട്ട് വയ്ക്കുന്ന ഒരേ ഒരു അലമാരയാണിത്. ഇതിനുള്ളിലെല്ലാം സേഫായിട്ട് അവിടെ വെക്കാം. അപ്പോൾ അതിന് ഉള്ളിൽ ചെതലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, വാതിലിലെ ഒരു പലക ഇളകിയിട്ടുണ്ട്. അപ്പം ആ പലക ഇളകിയത് ഒന്ന് ശരിയാക്കാൻ വേണ്ടി, കാരണം വാതിൽ തുറക്കുമ്പോൾ ആ പലക ആടി ആടി പൊളിഞ്ഞിങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതൊന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ അവിടെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ സ്കെയിൽ എടുത്തിട്ട് തൽക്കാലം ഒരു പട്ടിക ആക്കിയിട്ട് ആ സ്കെയിലിനെ രൂപാന്തരപ്പെടുത്തിയിട്ട് അലമാരനെ രക്ഷിച്ചിട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ അലമാരേൻ്റെ പണി കഴിഞ്ഞു. ഇന്ന് ഇങ്ങനെയുള്ള കുറേ റിപ്പയർ പണിയൊക്കെ ആയിട്ട്
വൈകുന്നേരമായി. പിന്നെ ഇപ്പം രാത്രിയാവാനായി ട്ടോ. ഈ നേരത്ത് ആണ് നമ്മുടെ മയിലുകൾ തെങ്ങിൻ്റെ മേലേക്ക് കയറി വരിക. എല്ലാം കൂടി ഇങ്ങനെ അപ്പുറത്തൊരു ഒഴിഞ്ഞ പറമ്പുണ്ട്, അവിടുന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് തെങ്ങിലേക്ക് കയറി വരും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഓടിൻ്റെ മേലെയാണ് ഇവർ സ്ഥിരമായിട്ട് വരാറുള്ളത്. എന്നിട്ട് അവിടെ ആ ഓടിൻ്റെ മേലേക്ക് നമ്മൾ ഈ മയിൽ കാണുന്ന പോലെ നല്ല അത് വന്നിരിക്കുമ്പോൾ നല്ല ശക്തിയിലാണ് ഇരിക്കുക. എന്നുവെച്ചാൽ കുറച്ചൊരു വലിയ മയിലിനൊക്കെ അത്യാവശ്യം വെയിറ്റ് തന്നെ ഉണ്ട്. അന്നേരം അങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഓടൊക്കെ ഇളകി താഴെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെയാണ് വീരന്മാർ. ഇനി ഒരു തെങ്ങിൻ്റെ മേലിൽ നിന്ന് മറ്റേ തെങ്ങിൻ്റെ മേലേക്ക് ഓടിപ്പോവും. ഭയങ്കര ശബ്ദം കേട്ടോ. അങ്ങനെ മയിൽ പറക്കുമ്പോഴേ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടാവും കേട്ടോ. ചെറിയ കോഴിക്കുട്ടീനെ പോലെ ഉണ്ടാവും കുഞ്ഞുങ്ങളെ കാണാൻ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഈ നാളെ കുറച്ച് ജോലി പറമ്പിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ചു പോകും. 2:30 ട്രെയിനിന് തിരിച്ചു പോകും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ.